നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും അച്ഛനോടും അമ്മയോടൊന്നും പറയണ്ട കേട്ടോ. അറിഞ്ഞ പിന്നെ എന്നെ വഴക്കു പറയും. ഇല്ല ചേച്ചി, ഞാനൊന്നും പറയില്ല. പോരെ, ഒന്ന് പറയുന്നുണ്ടോ ഇല്ലയോ? നിന്നെ കണ്ടിട്ടിപ്പോ 1 year ആയല്ലോ. ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. പിന്നെ 1-2 കാര്യങ്ങൾ ചോദിച്ചറിയാനും ഉണ്ട്. എന്താ? നിനക്കൊരു അർച്ചന ഓർമ്മയില്ലേ? ഒരു മാഷിന്റെ മോള്. ജീവിതത്തിൽ ഒരിക്കലും അമ്മയാവാൻ ആ കുട്ടിക്ക് കഴിയില്ലെന്ന് അന്ന് ആ കുട്ടിയുടെ സ്കാനിങ് കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞിരുന്നില്ലേ ഹോസ്പിറ്റലിൽ വെച്ച്? ഓർമ്മയില്ലേ? ആ അർച്ചന ഈയിടയ്ക്ക് ഞാൻ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടായിരുന്നു. ആ കുട്ടി മാരീഡ് ആയല്ലേ? അവന്തികയുടെ ഹെൽപ്പോടെയാണോ ആ കുട്ടി വിവാഹം കഴിച്ചത്? ഹസ്ബൻഡിന് എന്തോ ബിസിനസ് ആണെന്ന് പറഞ്ഞു. കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയില്ല. ആരെ കണ്ടെത്തിയ താൻ ആ കുട്ടിയെ രക്ഷിച്ചത്? അത് ആ കുട്ടിക്ക് എന്തായാലും നല്ലൊരു ഭാവിയെ കിട്ടിയിരിക്കുന്നത് അതുറപ്പാ. ഇപ്പൊ എന്താ പുതിയ ഞെട്ടിക്കുന്ന സർപ്രൈസ്? ഇന്നലെ രാത്രി ഞാനും സച്ചേട്ടനും കൂടി ആരും അറിയാതെ ആരോടും പറയാതെ നമ്മൾ യാത്ര തുടങ്ങുന്നു. ഒരു യമണ്ടൻ സാഹസിക യാത്ര. ആ കടുപ്പത്തിലുള്ള ചേട്ടന്റെ സ്പെഷ്യൽ ചായങ്ങി പോരട്ടെ. കുട്ടി പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത് അന്ന് ചെയ്ത സ്കാനിങ്ങിന്റെ റിപ്പോർട്ട് ആ കുട്ടിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ലെന്ന്. അവന്തിക ആ ഫയല് അവർക്ക് കൊടുത്തിരുന്നില്ലേ? അതോ ഇനി ഇത് മിസ്സായോ? അത് ഞാൻ ഇപ്പോ 1 year ആയില്ലേ, കൊടുത്തോ ഇല്ലയോന്ന് ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. റിപ്പോർട്ട് ഇനിയായാലും ഹോസ്പിറ്റൽ റെക്കോർഡ്സിൽ നിന്ന് ചെകഞ്ഞെടുക്കാലോ. ഇത്തിരി ബുദ്ധിമുട്ടേണ്ടി വരുമെന്നേ ഉള്ളൂ. ആ കുട്ടിക്ക്, അതായത് അർച്ചനയ്ക്ക്, ഭാവിയിൽ എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ ഒന്നും കൂടി സ്കാൻ ചെയ്താൽ മതിയല്ലോ. ശരിയാ. നിങ്ങൾക്കിത് തമാശക്കളിയാണോ കൊച്ചേ? കണ്ടോ നട്ട പാതിരാത്രിക്ക് നടുറോഡിൽ ഇറങ്ങി നടക്കാൻ? ഓക്കെ, ഞാൻ കൊടുക്കുന്നുണ്ട്. അമ്മയും അച്ഛനും കേട്ടോണ്ടിരിക്കായിരുന്നല്ലേ? ഞാൻ ഒറ്റയ്ക്കല്ലമ്മേ പോയത്, സച്ചിയുടെ കൂടെ അല്ലേ? ആര് കൂടെ ഉണ്ടെങ്കിലും എന്താ? എന്തെങ്കിലും സംഭവിച്ച ആരെങ്കിലും അറിയോ മോളെ? അതൊന്നും ഇല്ലമ്മേ. സച്ചേട്ടൻ വിളിച്ചാ ഞാൻ പിന്നെ എങ്ങനെയാ വേണ്ടെന്ന് പറയുന്നത്? സച്ചേട്ടനെ വിശ്വാസം ഇല്ലാത്തോണ്ടാ ഞാൻ എതിർക്കുന്നേന്ന് കരുതില്ലേ? താനെന്താടോ ഞാനിവിടെ വന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം പോലും തരാത്തത്? അയ്യോ സോറി സന്ധ്യ, ഞാൻ പറഞ്ഞില്ലേ മീറ്റിംഗിന്റെ കാര്യം, അത് മാത്രമേ ഉള്ളൂ മൈൻഡില്. എനിക്ക് താനൊന്നും തരണ്ട, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. എനിക്ക് ഒന്ന് വേഗം പോണായിരുന്നു. താൻ എങ്ങനെയാ വന്നേ? എന്റെ കാറില്. ആണോ? എന്നാ നമുക്ക് പിന്നെ മീറ്റ് ചെയ്യാം. ഞാൻ വേണമെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് വരാം. എപ്പോ വന്നാലും താൻ അവിടെ ഉണ്ടാവുമല്ലോ. വാ സന്ധ്യ, വാ. അല്ല, തന്റെ നെല്ലിശ്ശേരിയിലെ കുടുംബാംഗങ്ങളെ ഒന്ന് പരിചയപ്പെട്ടില്ലല്ലോ. ആരൊക്കെയുണ്ട് ഇവിടെ? എല്ലാരും ഓരോ വഴിക്ക് പോയി. സച്ചിയുടെ അനിയത്തി സ്നേഹയാ നീ കുറച്ചുമ്പ് കണ്ടത്. ആ നിൽക്കുന്നതോ? അതെന്റെ അനിയത്തി അനഘ. ഹായ് അനഘ. ഹായ്. അല്ല, ഈ സച്ചിക്ക് വേണ്ടി കല്യാണമൊക്കെ ആലോചിക്കായിരുന്നില്ലേ? കല്യാണാലോചന എവിടെ വരെയായി? സോറി സന്ധ്യ, അവന്റെ കല്യാണം കഴിഞ്ഞു, വിളിക്കാൻ പറ്റിയില്ല. ബെസ്റ്റ്. ഇതാ ഞാൻ പറയുന്നത്, നിനക്ക് എന്നെ ഒരു മൈൻഡും ഇല്ലെന്ന്.
ഈ വീട്ടിലെ ഒരാളുടെ മാരേജ് നടക്കുമ്പോ എന്നെ ഒന്ന് വിളിച്ചു പറയെങ്കിലും ചെയ്യണ്ടേ? സോറി ഡിയർ, എക്സ്ട്രീംലി സോറി. ആ അത് പോട്ടെ, ആരാ ആള്? ഐ മീൻ സച്ചിയുടെ വൈഫ്. എവിടെയാ കുട്ടിയുടെ വീട്? കേട്ടിട്ട് ത്രില്ലായി കേട്ടോ. സച്ചിന് ഒരു ബിഗ് ഹായ് പറഞ്ഞേക്ക്. നീ ഞാൻ പറഞ്ഞ കാര്യം മറന്നെന്ന് തോന്നുന്നു. മീറ്റിംഗ് 9:30-ക്കാ. സച്ചിയുടെ വൈഫിന്റെ കാര്യമൊക്കെ പറഞ്ഞ് ഇവിടെ നിന്നാ എന്റെ കാര്യം മുടങ്ങും. 10 crore ഒരു പ്രോജക്റ്റാ, മേ ബി മിസ്സാവും. എല്ലാരും നമുക്കൊരു ദിവസം വിശദമായിട്ട് പരിചയപ്പെടാം. ഓക്കെ? അനക, നീ കാറിന്റെ കീ ഒന്ന് എടുത്തോണ്ട് വാ, എനിക്ക് വേഗം പോണം. എന്നാ ശരി അവന്തിക, ആ ആ ഞാൻ പോവാണേ. ബൈ. ശരി. വാ. ചേച്ചി എന്താ പോകുന്നില്ലേ? എങ്ങോട്ട്? ചേച്ചിയല്ലേ പറഞ്ഞത് കീ എടുത്തോണ്ട് വരാ. എന്നിട്ടിപ്പോ എന്താ തിരിച്ചു കയറി പോകുന്നത്? എന്തെങ്കിലും മറന്നു വെച്ചോ? ഞാൻ എവിടെയും പോകുന്നില്ല. അപ്പൊ മുൻപ് പറഞ്ഞത്? അനക്ക് എന്താ അനക്കെ ഓരോന്നിങ്ങനെ കുത്തി കുത്തി ചോദിക്കുന്നേ? ശരി, പോകുവോ വരൂ, അതൊക്കെ ചേച്ചിയുടെ ഇഷ്ടം. വന്നു പോയി ലേഡി ആരെന്ന് പറയാൻ പറ്റൂ? എന്നെ കാണാൻ പലരും വരും പോകും. അവരൊക്കെ ആരാണ് എന്താണെന്നൊന്നും നിന്നെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. ചേച്ചി 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 എന്തിനാ അവരെ ഹോസ്പിറ്റലിൽ ചെന്ന് കാണാന്ന് പറഞ്ഞ്? അവര് ഹോസ്പിറ്റലിലാണോ വർക്ക് ചെയ്യുന്നത്? അല്ല, അവരെ കണ്ടപ്പോ ചേച്ചി പൂച്ചയെ കണ്ട എലിയെ പോലെ അവരിൽ നിന്ന് രക്ഷപ്പെടാൻ വെമ്പുന്നത് കണ്ട് ചോദിച്ചതാ. അതാരാ? ഒരു സാധാരണ സ്ത്രീയെ കാണുമ്പോ ധാർഷ്ട്യത്തോടെ മാത്രം പെരുമാറുന്ന അവന്തിക മാഡം ഇവര് വന്നപ്പോ പഞ്ചപുച്ച അടക്കി പുറകെ നടക്കുന്നത് കണ്ടപ്പോ വന്നത് വേറൊരു ലേഡി അല്ലെന്ന് എനിക്ക് തോന്നി. അവന്തിക അങ്ങനെയൊക്കെ പെരുമാറും, അതിന് നിനക്കെന്താ? നീ നിനക്കറിയേണ്ട കാര്യങ്ങൾ മാത്രം അറിഞ്ഞാ മതി, മനസ്സിലായോ? എഴുതി അതാരായിരുന്നു വന്നത്? അതെന്റെ ഒരു പഴയ ഫ്രണ്ടാ, എന്നെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. അവര് കേരള ഹോസ്പിറ്റലിലെ ഡോക്ടറാണോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.